ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക്. ഇത് ട്രിവാൻഡ്രം ഡിലു ഹൈപ്പർ മാർക്കറ്റാണ്. ക്രിസ്മസിന് ഇനിയും 10-20 ദിവസങ്ങൾ ബാക്കി നിൽക്കെ ട്രിവാൻഡ്രം ഡിലുവിൽ ക്രിസ്മസ് കളക്ഷൻസ് ഗംഭീരമാക്കിയേക്കുവാണ്. പൂർണ്ണമായിട്ടും എത്തിയിട്ടില്ല, പക്ഷേ ഉള്ളത് തന്നെ താങ്ങാൻ വയ്യണ്ണ അമ്മാതിരി സാധനങ്ങളാണ് വലിച്ചു വാരി ഇട്ടേക്കുന്നത്. ഇതെടുക്കുമ്പോൾ അതെടുക്കുമ്പോൾ ഇതെടുക്കണം എന്നുള്ള ആകെ കൺഫ്യൂഷൻ. അപ്പോൾ കൊടിയേറ്റിന് ഇങ്ങനെയാണെങ്കിൽ ആറാട്ടിന് എന്തായിരിക്കും അല്ലേ? പിന്നെ പിള്ളേർക്ക് കളിക്കാനുള്ള സാധനങ്ങൾ മാത്രമല്ല, അണ്ണന്മാർക്ക് ഇരുന്ന് അടിക്കാനുള്ള സാധനങ്ങളും നല്ല ജോറായിട്ട് അടുക്കി വെച്ചിട്ടുണ്ട്. പല കായകളും കൊണ്ട് വന്നു കഴിഞ്ഞാൽ വാങ്ങിച്ചുകൊണ്ടൊക്കെ പോവാം. കണ്ടില്ലേ, കുത്തുബുദ്ദീൻ ഐബക്കിന്റെ കുത്തുപിനാർ പോലെ ഇരിക്കുന്നത്. പയ്യന്മാരൊക്കെ വന്ന് മണപ്പിച്ചു തുടങ്ങി. അപ്പോൾ നോക്കിക്കൊണ്ടിരിക്കാതെ ഒന്ന് വാങ്ങിച്ചുകൊണ്ടൊക്കെ പോയാൽ ക്രിസ്മസിന് ഇരുന്ന് അടിക്കാം. ഇത്ര നേരം കണ്ടൊന്നുമല്ല മക്കളെ, ഇനി കാണാൻ കിടക്കുന്നതാണ് ബഹർ. കണ്ടില്ലേ, വടക്കി കളറടിച്ച് വെച്ചിരിക്കുന്നതല്ല, ഇതാണ് ഡോണറ്റ്. കഴിക്കാൻ വളരെ ടേസ്റ്റുള്ളൊരു സാധനമാണ്, കേക്ക് പോലത്തെ ഒരു സാധനമാണ്. അപ്പോൾ അതുപോലെ തന്നെ ഡോണറ്റിൻ്റെ വളരെ വെറൈറ്റി ഐറ്റങ്ങളൊക്കെ ഇവിടെ എന്താണ് വാരി അടുക്കി നിർത്തി വെച്ചേക്കുവാണ്. അതുപോലെ തന്നെ ഗുനാഫ ഭയങ്കര ടേസ്റ്റുള്ളൊരു സാധനമാണ്. ഇവിടെ തൂക്കിയാണ് കൊടുക്കുന്നത്, കാക്കിലോ ഒരു പീസിന് ഇത്ര രൂപ വെച്ചിട്ടാണ്. അതുപോലെ തന്നെ കപ്പ് കേക്കുകൾ, അതുപോലെ തന്നെ നമ്മളിതുവരെ കണ്ടിട്ടില്ലാത്ത വളരെ ഗംഭീരമായിട്ടുള്ള വലിയ 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 കേക്കുകൾ. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ബണ്ണുകൾ, കേക്കല്ല ബണ്ണുകൾ. അപ്പം നമ്മൾ കാണുമ്പോൾ വളരെ ഭംഗിയായിട്ട് അടുക്കി വെച്ചിരിക്കുന്ന കേക്കുകളൊക്കെ അങ്ങ് ചുമ്മാ കയറിയിരുന്നതല്ല, അതിൻ്റെ പിന്നിൽ കഷ്ടപ്പെടുന്ന കുറച്ച് കരങ്ങളൊക്കെ ഉണ്ട്. ഒരിച്ചിരി പാടാണ്. അതിനിവിടെ ജെൻഡർ വ്യത്യാസമൊന്നുമില്ല, ആണുങ്ങളും പെണ്ണുങ്ങളും ഇവിടെ പണി ചെയ്യും, പിന്നല്ല. അപ്പോൾ ഇതെല്ലാം കണ്ടുകൊണ്ട് ഒന്നും വാങ്ങിച്ച് കഴിക്കാതെ വീട്ടിലോട്ട് കയറി ചെന്ന് കഴിഞ്ഞാൽ ഉമ്മ ചോദിക്കും, എന്താ മക്കളെ നീ ഒന്നും വാങ്ങിച്ച് കഴിക്കാത്തത്? അപ്പോൾ അതുകൊണ്ട് മാത്രം ഞാനും വാങ്ങി ഒരു പ്ലം കേക്ക്. എങ്ങനെയുണ്ട്? ഗംഭീരമല്ലേ? ഒരു പ്ലം കേക്ക് വിത്ത് ഏലക്ക ചായ.